നമ്മുടെ PV ചന്ദ്രൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റി പ്രസിഡന്റ് മിസ്റ്റർ സക്കീർ ഹുസൈൻ, ശങ്കർ പണിക്കർ. മലയാള സിനിമാ പ്രേക്ഷക ലോകത്തിന് മുഖവുര ആവശ്യമില്ലാത്ത നാമധേയം ശങ്കർ. 1980കളിലെ തീക്ഷ്ണ യൗവനത്തിൻ്റെ പ്രണയകാമനകളെ ജ്വലിപ്പിച്ച നിത്യഹരിത നടന താരകം. 1980കളുടെ തുടക്കത്തിൽ മലയാളത്തിലെ ഏറ്റവും മുൻനിര നായകനായി തിളങ്ങിയ അഭിനയ പ്രതിഭ. ചോക്ലേറ്റ് നായക സങ്കല്പം മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ അതുല്യനായ നടൻ. 365 ദിവസം തിയേറ്ററുകളിൽ ഓടിയ തൻ്റെ ആദ്യ തമിഴ് ചിത്രമായ ഒരു തലേ രാഗം എന്ന സിനിമയിലൂടെ 250 ദിവസം തിയേറ്ററുകളിൽ ഓടിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന മലയാള ചിത്രത്തിലൂടെ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ വിസ്മയിപ്പിച്ച നടൻ. 1979 ശരപഞ്ചരം എന്ന സിനിമയിലൂടെ സൂപ്പർ സ്റ്റാർ ജയനോടൊപ്പം മലയാള സിനിമയിൽ തുടക്കം കുറിച്ച ശങ്കർ. പിൽക്കാലത്ത് തമിഴിലും മലയാളത്തിലുമായി 200-ലേറെ ചിത്രങ്ങൾ അഭിനയിച്ച മികച്ച നടൻ. ഒരു നടൻ എന്നതിലുപരി സംവിധായകൻ, നിർമ്മാതാവ്, വ്യവസായി, സാമൂഹിക പ്രവർത്തകൻ എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ലഭിച്ച അവാർഡുകൾ ഏറെ. ലണ്ടൻ ഇൻഡിപെൻഡൻറ്റ് ഫിലിം അവാർഡ്, സുന്ദർബൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്, ടാഗോർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്, 2006 ഫിലിം ക്രിട്ടിക്സ് ടെലിവിഷൻ മികച്ച നടനുള്ള അവാർഡ്, 2006 ടെലിവിഷൻ വ്യൂവേഴ്സിൻ്റെ മികച്ച സംവിധായകനുള്ള അവാർഡ് വീഡിയോ കാട്ടി. ഇന്ത്യൻ ചലച്ചിത്ര നടൻ, ടെലിവിഷൻ നടൻ, ചലച്ചിത്ര സംവിധായകൻ, ചലച്ചിത്ര നിർമ്മാതാവ്, സാമൂഹിക പ്രവർത്തകൻ. 90 മുതൽ 2024 വരെ അഭിനയത്തിൽ തുടർന്ന് നീണ്ടി അദ്ദേഹം സംവിധായകനും നിർമ്മാതാവുമായി. തുടർന്ന് നവോദയ സ്റ്റുഡിയോസ് നവാഗതരായ മോഹൻലാലിനും പൂർണിമ ജയറാമിനുമൊപ്പം ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയുടെ വിജയവും റോജാരമണിക്കൊപ്പം കടത്ത്, പൂർണിമയ്ക്കൊപ്പം ഊതിക്കാച്ചിയ പൊന്ന്, മേനകയ്ക്കൊപ്പം എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു, തമിഴിൽ സുജാത, കോയിൽപുര, മൗനയുദ്ധം, രാഗം തേടും പല്ലവി എന്നീ നിരവധി പടങ്ങൾ വൻ വിജയമായി ശങ്കർ വിജയയാത്ര തുടർന്നു. പിന്നീട് ചലച്ചിത്ര നിർമ്മാണം, വ്യവസായ മേഖല എന്നീ തലങ്ങളിൽ ശങ്കർ വ്യാപൃതനായി. 1998 ഭദ്ര, സുന്ദരിപ്രാവ്, ദ ഫയൽ എന്നീ ചിത്രങ്ങളുടെ നായകനായി ശങ്കർ തിരിച്ചുവരവ് നടത്തി. ശ്രീ മമ്മൂട്ടിയോടൊപ്പം സ്റ്റാലിൻ ശിവദാസിൽ അഭിനയിച്ചു. മോഹൻലാലിനൊപ്പം കാസിനോവ, കൂട്ടുകാർ, ബാങ്കിങ് അവേഴ്സ്, റിത്തം തുടങ്ങിയ ചിത്രങ്ങളിൽ ശങ്കർ സാർ പ്രത്യക്ഷപ്പെട്ടു. 2007 HIV/AIDS ആസ്പദമാക്കി വൈറസ് എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചു. 2013 അനൂപ് മേനോൻ തിരക്കഥ എഴുതിയ ഹോട്ടൽ കാലിഫോർണിയ എന്ന ചിത്രത്തിലെ ഒരു ഹാസ്യവേഷത്തിൽ മികച്ച പ്രകടനത്തിൽ അദ്ദേഹം പ്രശംസിക്കപ്പെട്ടു. പൂർണിമ, മേനക, അംബിക, ഉർവശി, റോജാരമണി എന്നിങ്ങനെ നിരവധി പ്രസിദ്ധ സഹനടികൾക്കൊപ്പം ഒരു തലയിരാഗം, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, കടത്ത്, സുഖമോ ദേവി, ആരാൻ്റെ മുല്ല, കൊച്ചുമുല്ല എന്നീ നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ ശങ്കർ മലയാളം, തമിഴ് പ്രേക്ഷകരുടെ മനസ്സിൽ അന്നും ഇന്നും എന്നും നിറഞ്ഞു നിൽക്കുന്നു. സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, നന്ദിയോടെ ശങ്കർ സാറിനെ പ്രശസ്തി പത്രം സ്വീകരിക്കാനായി ക്ഷണിക്കുന്നു. പ്രശസ്തി പത്രം നൽകുവാൻ വേണ്ടി ശ്രീ ബിനു വണ്ടൂരിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ടാതിഥികളെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു വലിയ കൈയടി. Thank you.